ശ്രദ്ധിച്ച് കേട്ടോളൂ. വലിയൊരു ജീവിത പാഠം തന്നെയാണ് ഇത്. ജീവിത പാഠം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിലൊരു പാഠമായി എടുക്കാവുന്ന ഒന്ന് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊന്നും മനസ്സിലെല്ലാവരും എല്ലാ മനുഷ്യരും കരുതിയിരിക്കുക. വായിക്കാം. ഇടയ്ക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, കാരണം കണ്ണിത്തിരി പ്രശ്നമുണ്ട്. 1 വർഷത്തോളം അടുപ്പിച്ച് ഞാൻ സിസ്റ്റം നോക്കി വർക്ക് ചെയ്തതുകൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നം കണ്ണിനുണ്ട്. സുഹൃത്തുക്കളായ 2 പേർ യാത്രയിലാണ്. ഒന്നാമന് വഴിയിൽ നിന്ന് കിഴി ലഭിച്ചു. പണ്ടൊക്കെ ഈ കിഴിയിലാണല്ലോ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ. അതാണ് സംഭവം. അയാൾ പറഞ്ഞു, എനിക്ക് കോളടിച്ചു, നിറയെ സ്വർണ്ണമാണെന്ന് തോന്നുന്നു, ഞാൻ രക്ഷപ്പെട്ടു. രണ്ടാമൻ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലേ യാത്ര തുടങ്ങിയതും കിഴി കണ്ടതും, അതുകൊണ്ട് ഞാൻ ഭാഗ്യവാൻ എന്ന് പറയരുത്. നമ്മൾ ഭാഗ്യവാന്മാരാണ് എന്ന് വേണം പറയാൻ. ഒന്നാമൻ പറഞ്ഞു, അത് നടക്കില്ല, ഞാനാണ് കിഴി കണ്ടതും എടുത്തതും. അപ്പോഴേക്കും കള്ളൻ കള്ളൻ എന്നലറി വിളിച്ച് ആൾക്കൂട്ടം അവിടെ എത്തി. ഒന്നാമൻ പേടിച്ചരണ്ട് പറഞ്ഞു, നമുക്ക് ഓടി രക്ഷപ്പെടാം. രണ്ടാമൻ്റെ മറുപടി ഉടൻ വന്നു, നമ്മൾ എന്ന് പറയരുത്, നിനക്കാണ് കിഴി കിട്ടിയത്, നീ ഓടി രക്ഷപ്പെട്ടാൽ മതി. ഇതാണ് ആ ഒരു കഥയുടെ ഭാഗമെന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നുള്ള വിശദമായിട്ടൊരു കാര്യം പറയുകയാണ്. ദൗർഭാഗ്യ സമയത്ത് ആരും കൂടെ നിന്നില്ല എന്ന് വിലപിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഭാഗ്യനിമിഷങ്ങളിൽ ആരെയെങ്കിലും കൂടെ കൂട്ടിയിരുന്നോ? അതൊരു വലിയ ചോദ്യമാണ്. ഒറ്റയ്ക്ക് ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒറ്റയ്ക്ക് വിലപിക്കാനേ അവകാശമുള്ളൂ. എല്ലാ ബന്ധങ്ങളിലും സ്വാർത്ഥതയുടെ വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അവയോരോന്നായി മുളപൊട്ടും. തനിക്ക് ലഭിക്കുന്ന സന്തോഷവും സംതൃപ്തിയും വൈകാരിക അനുഭൂതിയുമാണ് ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരുടെ മുൻഗണന. തനിക്കിഷ്ടമില്ലാത്ത പ്രത്യേകതകളുള്ളവരുടെ കൂടെയോ വിഭിന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നവരുടെ കൂടെയോ സഞ്ചരിക്കുവാൻ ആർക്കും താല്പര്യമുണ്ടാകില്ല. സന്തോഷം നൽകുന്നവരുടെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്താലും അതിനിടയിൽ ഉണ്ടാകുന്ന സ്വകാര്യ സന്തോഷങ്ങളെയും നേട്ടങ്ങളെയും തനിച്ചാസ്വദിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. സൗഭാഗ്യ സമയത്ത് അകറ്റി നിർത്തുന്നവർ അനർത്ഥ സമയത്ത് ആളുകളെ കൂടെ കൂട്ടാൻ ശ്രമിക്കും. സുഖങ്ങളെല്ലാം ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നവർ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ചുമട് കുറയ്ക്കുവാൻ മാത്രമാകും. മനുഷ്യത്വത്തിനും സഹാനുഭൂതിക്കും വിവേകം എന്നൊരു കവചമുണ്ടാവണം. അതില്ലാത്തവരുടെ കാരുണ്യ പ്രവൃത്തികളാണ് ആത്മാഹുതിയിലേക്കുള്ള കവാടം തുറക്കുന്നത്. ഒരുമിച്ചുറങ്ങുമ്പോൾ പോലും തൻ്റെ പുതപ്പിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരുടെ കൂടെയുള്ള ജീവിതം അസ്വസ്ഥവും അസഹനീയവുമാകും. അവരെ തിരിച്ചറിയാനും അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും സാധിക്കുന്നിടത്ത് നിന്നാണ് അർത്ഥപൂർണമായ ബന്ധങ്ങൾ ആരംഭിക്കുന്നത്. പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഞാൻ ചെറിയൊരു വിശദീകരണം കൂടി തരാം. അതായത് 2 സുഹൃത്തുക്കൾ പോകുന്നു. അപ്പോൾ അതിൽ ഒരാൾ ഒരു പണക്കിഴി കാണുന്നു. അയാളത് എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾക്ക് സന്തോഷമായി. അങ്ങനെയാണല്ലോ, നമുക്ക് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്കും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂട്ടുകാരൊക്കെ ഒപ്പം നടക്കുമ്പം ചിലപ്പം വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കളഞ്ഞു കിട്ടും. ചിലപ്പം പൈസയോ സ്വർണ്ണമൊക്കെ കിട്ടും. നമ്മളെന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യും? അതെടുക്കും. ചിലരെടുക്കത്തില്ല കേട്ടോ. ചിലർക്കൊരു ഭയമൊക്കെ ഉള്ള വിശ്വാസമൊക്കെ ഉള്ളവർ ചിലരെടുക്കില്ല. എടുത്തിട്ട്
1 2 രൂപയാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കൂടുതൽ എമൗണ്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൂട്ടുകാരുമായിട്ട് അത് ചിലവാക്കാനുള്ള മാർഗങ്ങൾ നോക്കും. ഇല്ലെങ്കിൽ ഈ സ്വർണമോ മറ്റോ ആണെങ്കിൽ എന്തു ചെയ്യും, ചിലരത് കിട്ടിയെന്നുള്ള ഭാവത്തിൽ പോലും നിൽക്കണമെന്നില്ല. അങ്ങനെയുണ്ട് ഒരുപക്ഷെ. ഇവിടെ 2 കൂട്ടുകാർ തമ്മിൽ പോകുമ്പോൾ അങ്ങനെ ഒന്ന് ലഭിക്കുന്നു. അപ്പോൾ കിട്ടിയ ആൾ ആദ്യം എന്താണ് കരുതുന്നത്, എനിക്ക് കിട്ടിയതാണല്ലോ എന്ന് കരുതി സന്തോഷിക്കുന്നു. അപ്പം മറ്റേ ആൾ പറയുന്നു, അതൊരിക്കലും നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് നേടിയ ഒരു വസ്തുവായി കാണുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നു. പക്ഷേ മറ്റേ അയാളത് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ ഒരു അപകടം വരികയാണ്. കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് കുറേ ആളുകൾ ഓടി വരുന്നു. അപ്പോൾ ഇതൊരു പ്രശ്നമാകും എന്ന് ആ നിധി കിഴി കിട്ടിയ ആൾ വിശ്വസിക്കുന്നു. അപ്പോഴെന്ത് ചെയ്യും, തനിക്കൊരു അപകടം വന്നപ്പോൾ മറ്റേ ആളിനെ കൂടെ തനിക്കൊപ്പം ചേർത്ത് നിർത്തിയാൽ എന്താണ് എന്ന് അയാൾ ചിന്തിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരവസ്ഥയിൽ, സന്തോഷകരമായ ഒരവസ്ഥയിൽ അല്ലെങ്കിൽ നേട്ടത്തിൻ്റെ ഒരു സമയത്ത് രണ്ടാമനെ ആദ്യത്തെ അയാൾക്ക് അല്ലെങ്കിൽ കിഴി കിട്ടിയ ആൾക്ക് വേണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടപ്പോൾ ആ കിഴി കിട്ടിയ വ്യക്തി എന്ത് ചെയ്തു, രണ്ടാമത്തെ ആ വ്യക്തിയെ കൂടി തനിക്കൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ രണ്ടാമത്തെ വ്യക്തി, അതായത് കിഴി കിട്ടാത്ത വ്യക്തി എന്ത് ചെയ്യുന്നു, എനിക്കതിൽ പങ്കില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്, സൗഭാഗ്യ സമയത്ത് ആരും കൂടെ നിന്നില്ല എന്ന് വിലപിക്കുന്നവർ സ്വയം ഒന്ന് ചോദിക്കുക. അപ്പം നമുക്കൊരു സൗഭാഗ്യമല്ല, ദൗർഭാഗ്യ സമയത്ത് കേട്ടോ, ദൗർഭാഗ്യ സമയത്ത് ആരും കൂടെ നിന്നില്ല എന്ന് വിലപിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ മോശമായ ഒരവസ്ഥയാണ്. ആ അവസ്ഥയിൽ നമുക്കൊപ്പം മറ്റുള്ളവർ നിന്നില്ല എന്ന് കരുതി നമ്മൾ വിഷമിക്കുന്നുണ്ട് എങ്കിൽ ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുക, നമുക്ക് സൗഭാഗ്യങ്ങളുണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് എല്ലാം നോക്കൊണ്ട് എല്ലാ സന്തോഷത്തോടു കൂടി ഇരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ആരെയൊക്കെ നമ്മുടെ ഒപ്പം നിർത്തിയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ ഒറ്റയ്ക്ക് ആനന്ദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നവർക്ക് ഒറ്റയ്ക്ക് വിലപിക്കാനേ അവകാശമുള്ളൂ. ഇപ്പം എനിക്കൊരു സന്തോഷമുണ്ട്, അതെൻ്റെ മാത്രം സന്തോഷമാണ് എന്ന് കരുതി ഞാൻ മറ്റുള്ളവരെ അതിൽ ഉൾപ്പെടുത്താതെ സ്വയം സന്തോഷിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നാളെ ഒരു പ്രശ്നമുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയായിരിക്കും. അത് ഞാൻ സന്തോഷമുള്ളപ്പോൾ ഞാൻ മാത്രമാണ് സന്തോഷിച്ചത്. അപ്പോൾ ദുഃഖമുള്ളപ്പോൾ എന്താണ്, ഞാൻ തന്നെ വേണം ആ ദുഃഖത്തെ ഉൾക്കൊണ്ട് ജീവിക്കുവാനും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. പിന്നെ എല്ലാ ബന്ധങ്ങളിലും സ്വാർത്ഥതയുടെ വിത്തുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് എത്ര വലിയ മഹത്വമുള്ള വാക്കുകൾ പറയുന്നവരുടെ ഉള്ളിലും ഒരു സ്വാർത്ഥത ഒളിഞ്ഞു കിടപ്പുണ്ട്. അനുയോജ്യമായ സാഹചര്യങ്ങൾ അവയെ ഓരോന്നായി മുളപൊട്ടും. ഇതിന് എല്ലാവരുടെയും ഉള്ളിൽ ആ സ്വാർത്ഥത ഒരു സമയമാകുമ്പോഴത്തേക്കും പുറത്തേക്ക് ആ ഒരു സ്വാർത്ഥതയുടെ വിത്തുകൾ മുളപൊട്ടി പുറത്തേക്ക് വരും. പക്ഷെ അത് മറ്റുള്ളവർ അറിയാതെ പോകും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പലപ്പോഴും അറിയിക്കാതെയാണ് ഈ ഒരു കാര്യം നടക്കുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ. എല്ലാവരും എന്താണ് കരുതുന്നത്, എനിക്ക് സന്തോഷം, എനിക്ക് സമാധാനം, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു തൃപ്തി, ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. തനിക്കിഷ്ടമില്ലാത്ത പ്രത്യേകതകളുള്ളവ, തനിക്കിഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് കൂട്ടുകൂടാൻ ആരും അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കാൻ ആരും ശ്രമിക്കില്ല. അതുപോലെ തന്നെ തനിക്ക് ഒരു പ്രയോജനവും കിട്ടാത്ത ഒരു വ്യക്തിക്കൊപ്പം നിൽക്കാനും ആരും ശ്രമിക്കില്ല. പിന്നെ സൗഭാഗ്യ സമയത്ത് അകറ്റി നിർത്തുന്നവർ അല്ലാതെയുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്കൊപ്പം നിൽക്കണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കരുത്. അത് നമ്മൾ ചിന്തിക്കാനേ പാടില്ല എന്ന വലിയൊരു കാര്യമാണ് ഈ കഥയിൽ കുറച്ച് ഭാഗമായിട്ടായാലും നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുന്നത്. ശരിയല്ലേ?
അപ്പം ഈ ഒരു ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം പ്രയോജനമുണ്ടാകും. അതിനൊരു മാറ്റവുമില്ല. ശരിയല്ലേ?